ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോ ആൻഡ് ജോസ് വേൾഡ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ ഇന്ന് പോകുന്നത് എമറാൾഡ് ലേക്കിലേക്കാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലേക്കാണ് എമറാൾഡ് ലേക്ക്. ഇത് ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ഗോൾഡനിലാട്ടോ. അത് പിള്ളേരെല്ലാവരും ഉണ്ട്. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ രണ്ടാമത്തെ വട്ടമാണ് ഇപ്പോൾ ഗോൾഡനിലേക്ക് പോകുന്നത്. ബ്രിട്ടീഷ് കൊളംബിയയിലുള്ള യോഹോ നാഷണൽ പാർക്കിലെ ഒരു ലേക്കാണ് എമറാൾഡ് ലേക്ക്. ഈ എമറാൾഡ് ലേക്ക് ആദ്യമായിട്ട് കണ്ടത് ഒരു കനേഡിയൻ ഗൈഡ് ടോം വിൽസൺ ആയിരുന്നു. 1882 അദ്ദേഹത്തിന് ഒരു അപകടം സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ കുതിരകളെല്ലാം കൂട്ടം തെറ്റി ഓടിപ്പോയി. അവയെ പിന്തുടരുന്നതിനിടയിലാണ് ആദ്യമായിട്ട് അദ്ദേഹം ഈ താഴ്വരയിൽ പ്രവേശിച്ചത്. ഈ തടാകം അദ്ദേഹത്തെ വല്ലാണ്ട് ആകർഷിച്ചു. അദ്ദേഹം ഒത്തിരി നേരം അവിടെ ചെലവഴിച്ചു. ആദ്യമായിട്ട് അദ്ദേഹം തൻ്റെ പേര് തന്നെയാണ് ഈ തടാകത്തിനിട്ടത്, വിൽസൺ എന്ന്. അതിനുശേഷം ഈ തടാകത്തിൻ്റെ കളറ് കണ്ടിട്ട് ഇതിന് ഗ്ലേഷ്യറിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളം കൊണ്ട് ഈ തടാകത്തിൽ ഒരു സ്പെക്ട്രം പ്രതിഫലിക്കുന്നുണ്ട് സൂര്യൻ്റെ പ്രകാശത്തിൽ. അങ്ങനെ ഇതിനൊരു ഭയങ്കര ഒരു മരതകത്തിൻ്റെ കളറാണ്. അങ്ങനെ ഈ തടാകത്തിന് അദ്ദേഹം എമറാൾഡ് ലേക്ക് എന്ന് പേരിട്ടു. അതുപോലെ തന്നെ ബാൻഫിൽ ഉള്ള ലേക്ക് ലൂയിസിനും അദ്ദേഹം ആദ്യമായിട്ട് എമറാൾഡ് ലേക്കെന്ന് തന്നെയാണ് പേരിട്ടത്. പിന്നീട് അത് ലേക്ക് ലൂയിസ് എന്ന് പുനർനാമകരണം ചെയ്യുകയാണ് ഉണ്ടായത്. എമറാൾഡ് തടാകത്തിൽ കയറി നിൽക്കുന്ന ഒരു ദ്വീപിലാണ് എമറാൾഡ് ലേക്ക് ലോഡ്ജ് ഉണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് താമസമൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ തടാകത്തിൻ്റെ അവിടുന്ന് മലകളിലേക്ക് ഹൈക്കൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റേ ആണത്. ഈ ലേക്കിലേക്കുള്ള വഴിയും വളരെ ബ്യൂട്ടിഫുള്ളാണ്. മലകളുടെ നല്ലൊരു വ്യൂ തന്നെ നമുക്ക് കാണാൻ പറ്റും പോകുന്ന വഴിക്ക്. ആൽബർട്ടയിലും ബ്രിട്ടീഷ് കൊളംബിയയിലുമായിട്ട് മൊത്തം 4 നാഷണൽ പാർക്കുകളാണ് ഉള്ളത്. ബാൻഫ് നാഷണൽ പാർക്ക്, ജാസ്പർ നാഷണൽ പാർക്ക്, കൂട്ടനായി, അതുപോലെ തന്നെ യോഹോ നാഷണൽ പാർക്ക്. അതിൽ യോഹോ നാഷണൽ പാർക്കിലാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് ഇതിൻ്റെ ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്. എമറാൾഡ് ലേക്ക് പ്രസിഡന്റ് റേഞ്ച് മലനിരകൾ കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നുണ്ട്. പിന്നെയുള്ള മൗണ്ടൻസ് എന്ന് പറയുന്നത് മൗണ്ട് ബർഗസ്, വാപ്ത മൗണ്ടൻ എന്നിവയാണ്. എമറാൾഡ് ലേക്ക് സമുദ്രനിരപ്പിൽ നിന്ന് 1200 മീറ്റർ അഥവാ 4400 അടി എലിവേഷനിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിരവധി വന്യജീവികൾ ഈ പ്രദേശത്തുണ്ട്. കൂടുതലും കാണപ്പെടുന്നത് ബ്രൗൺ, ബ്ലാക്ക് കരടികളൊക്കെയാണ്. പാർക്കിൽ നമ്മുടെ മാലിന്യ നിയന്ത്രണം ഉണ്ട്. അത് കരടികളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ഉപദേശങ്ങളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മലയിടുക്കുകളിൽ മൗണ്ടൻ ഗോട്ടും ബിഗ് ഹോൺ ആടുകളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ പാർക്കിൽ വേട്ടയാടലൊക്കെ കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ പാർക്ക് ലൈസൻസ് ഉള്ളവർക്ക് ഇവിടെ മീൻ പിടിക്കാൻ നമുക്ക് അവരനുവദിക്കുന്നുണ്ട്. യോഹോ നാഷണൽ പാർക്കിൻ്റെ പുറത്തുള്ള എമറാൾഡ് തടാകത്തിലെ ഏറ്റവും അടുത്ത പട്ടണം എന്ന് പറയുന്നത് ഗോൾഡൻ ആണ്. ഗോൾഡൻ BCയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെയും വളരെ നിരവധി താമസ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ എമറാൾഡ് ലേക്ക് ലോഡ്ജ് 13 ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 24 ക്യാബിൻ സ്റ്റൈൽ ബിൽഡിങ്സ് ഉണ്ട് ഇതിനകത്ത്. ഏകദേശം ഒരു 200 പേർക്ക് ഇവിടെ താമസിക്കാൻ പറ്റും. ഇതൊരു ട്രഡീഷണൽ ആർക്കിടെക്ചറാണ് ഈ ലോഡ്ജിനുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാട്ടോ ഇതുണ്ടാക്കിയിരിക്കുന്നത്. സമ്മറിലും വിൻ്ററിലും നമുക്കിവിടെ സ്റ്റേ ബുക്ക് ചെയ്യാൻ പറ്റും. സമ്മറിൽ നമുക്ക് ഹൈക്കിങ്ങിനൊക്കെ പോവാം. വിൻ്ററിലാവുമ്പം സ്കീയിങ്ങും മറ്റ് വിനോദങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു ലോഡ്ജ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന 1920-ലാണ്. 1980 ഇത് പുനർനിർമ്മിച്ചിട്ടുണ്ട്. അപ്പം ഫീൽഡ് എന്ന് പറയുന്ന വില്ലേജിൽ നമുക്ക് ഭക്ഷണത്തിനും അതുപോലെ തന്നെ പെട്രോൾ അടിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്.
ഈ ലോഡ്ജിലേക്ക് നമ്മൾ പോകുന്നത് ഒരു പാലത്തിലൂടെയാണ്. ആ പാലത്തിലൂടെ സർവീസ് വാഹനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ വീൽ ചെയർ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്ട്രോളർ ഇതെല്ലാം കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ തടാകം ഒരു ഫ്രഷ് വാട്ടർ തടാകമാണ്. നമ്മുടെ ലേക്ക് ലൂയിസിൻ്റെ അത്രയും വലിയ തിരക്കൊന്നും ഇവിടെ ഇല്ല. പക്ഷേ ചില സമയത്ത് വരുമ്പോൾ പാർക്കിംഗ് ഒക്കെ കിട്ടാണ്ട് വരും. ലേക്കിൻ്റെ കരയിലുള്ള ബോട്ട് ഹൗസിൽ നമുക്ക് കനോയൊക്കെ റെൻറ്റ് ചെയ്യാൻ പറ്റും. രാവിലെ 10 മണി മുതൽ 4:45 വരെയാണ് ടൈം. $100 പെർ അവറാണ് ഇതിൻ്റെ റേറ്റ്. അതുപോലെ തന്നെ ഈ മലനിരകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഹൈക്കിനൊക്കെ പോകാൻ പറ്റും. പിന്നെ ഇവിടെ ഇതുപോലൊരു ബൈനോക്കുലറൊക്കെ അവർ സ്ഥാപിച്ചിട്ടുണ്ട്, പിള്ളേർക്കുടെ ഹൈറ്റിലും വലിയവരുടെ ഹൈറ്റിലും ഒക്കെ. അപ്പോൾ അതിലൂടെ നോക്കി നമുക്ക് ആ മലയും ദൂരെയുള്ള ഭാഗങ്ങളെല്ലാം നന്നായിട്ട് സൂം ചെയ്ത് കാണാൻ പറ്റും. ഒരു 1 to 2 അവർ ചിലവഴിക്കാൻ പറ്റുന്നൊരു അടിപൊളി ലേക്കാട്ടോ ഇത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസുമായിട്ട് ഉടനെ കാണാം. ബൈ ബൈ.